ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടുമുറ്റത്തൊക്കെ ലഭിക്കുന്ന ഒരു ഇലയാണല്ലേ ആര്യവേപ്പില. അതായത് ആര്യവേപ്പില കയ്പുള്ള അത് അതിനെ കൊണ്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ വേപ്പിലെടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് ഇത് അരച്ചിട്ട് മഷി പോലെ നല്ലോണം മഷി പോലെ അരക്കും. എന്നിട്ട് ഇത് നേരിട്ടിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. നേരിട്ടിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ലോണം നീറും, നല്ല പുകച്ചിലുണ്ടാവും. അപ്പോൾ അതല്ലാതെ കടലമാവിലോ അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉണ്ടല്ലോ, ചെറുപയർ പൊടിയിലൊക്കെ മിക്സ് ആക്കിയിട്ട് ചെറുപയർ പൊടിയോ ഇത് അരച്ച മിക്സും പിന്നെ ഇച്ചിരി തൈരും കൂടി മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് 10-15-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് മുഖം ഒന്ന് ഡ്രൈ ആവുമല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മുഖം ഒന്ന് വലിഞ്ഞു പിടിക്കുന്ന ആ സമയം വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്യാം. ഇത് ഏറ്റവും നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. എല്ലാവരും യൂസ് ചെയ്യണേ. പിന്നെ അല്ലാതെ ഈ കട്ടത്തൈര് ഉണ്ടല്ലോ, കട്ടത്തൈരിൽ കട്ടത്തൈരും ഈ നീരും മാത്രം മിക്സ് ആക്കിയിട്ടും ചെയ്യാം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താ തലയിലും ഫേസിൽ മാത്രമല്ല, നമുക്ക് ഹെയറിൽ വേണമെങ്കിലും ഹെയറിൽ താരം പോകാൻ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഈ നീരെടുത്തിട്ട് കഴുകിക്കണം. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു അഭിപ്രായം പറയണേ. അല്ലാതെ പിന്നെ നമ്മൾ നേരിട്ടിട്ട് മുഖത്ത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചിലർക്ക് എന്ത് ഇലയാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് കിട്ടുന്ന എന്ത് വസ്തുക്കളാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ പറ്റൂല, ഓരോരുത്തർക്ക് മുഖത്ത് കുരുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സാധനം നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ മുഖമാണല്ലോ, അപ്പം മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ചെവിക്ക് പുറകിലോ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അലർജി പോലെ തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.